പാത്തോ തെല്ലെളുപ്പങ്ങോട്ട് പാടി ഒരു കാര്യം പറയാണ്ട്. എന്താണ് പാടിയപ്പോ ചാടിയേ? എന്റെ പാത്തോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. എനിക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ ഞാൻ പത്ത കാട്ടണോ? ഞാൻ മൂലക്ക് പോയി സങ്കടപ്പെട്ടോ? അങ്ങാടി എന്റെ സുക്കൂറിനെ തന്നെയാണ്ട് ഒരു പെണ്ണെന്ന് തോന്നുന്നു. ഒപ്പം ഒരു വലിയൊരു ഗുണ്ടിയുണ്ട്, അധോലോക ഗുണ്ട. അത് ഗുണ്ടി ഉണ്ടെന്ന് ആവൂല, അവല് പോത്തെരുമറ്റേക്കാരൻ. ശുക്രാക്കാക്ക് അതിനോടെ കമ്പ. സിനിമാ നടി മറ്റൊരു പെണ്ണ്, അതിന്റെ കൈക്കൊരു കുട്ടിയുണ്ട്. സുക്കൂറിന്റെ അതേ മോശമുള്ള കുട്ടിയാണ്. ഇതുവരെ കഞ്ചാവറ്റടിച്ചിക്കണ ആ തുരുമ്പുടിച്ച് സുക്കൂറാക്കാൻ അന്വേഷിച്ച് സിനിമാ നടി വരെ എനിക്ക് മൂച്ചി പിരാൻ തന്നെ. ഇടി പെണ്ണെ, സുക്കൂർ രണ്ടാമത് പെണ്ണ് കെട്ടിക്കണോ? ഇനി ശുക്രാക്ക വായി പറിച്ചു പോയത് റബ്ബേ. സുക്കൂറിന് കൊള്ളിവാക്കി ഏറ്റവും രണ്ട് പെണ്ണെട്ടിക്കാണ് സൂചിച്ച് ജീവിക്കാൻ ഞാൻ അയക്കൂല. അന്ന കെട്ടിയത് കൊടുക്ക് വേറെ പെണ്ണിട്ടാണ് പൂതി കെട്ടിക്കണോ? വെറുതെ നിങ്ങളുടെ മൂന്തമ്മക്ക് നോക്കാത്തത്. അത് പെണ്ണ് കെട്ടിച്ചല്ല, അന്റെ മൂന്തല കോളം കണ്ടിട്ടാണ്. അതന്നെ ഇന്നെ പറ്റാതായി. നിങ്ങക്ക് ഓളം മതി. ഏത് പോലെ എനിക്ക് അങ്ങനത്തെ പൂതിയേ ഇല്ല. പൂതി ഉണ്ടടി, കുടിച്ചോനാ കുടിച്ചോനാ. അപ്പൊ എന്റെ അമ്മ ശുക്രാക്ക നിങ്ങളെന്താ കൊരങ്ങനോ? മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കാളി. ഞാൻ ഇറങ്ങൂല. നിങ്ങൾ ഇറങ്ങൂലെന്നാ നിങ്ങൾ നാവിനെ പറിച്ചെടുക്കും. ഇങ്ങോട്ട് ഇറങ്ങിന്നേ. ഞാൻ അതും കൂടി ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ പറിച്ചില്ലേ? കല്ലെടുത്ത് എറിഞ്ഞാ ചെറുതാ വണ്ടി വലുതാ വണ്ടി ഇറങ്ങി വാടും ഇങ്ങോട്ട്. വർത്താനം പറഞ്ഞോ, ഓനെ എറിഞ്ഞു വെച്ചണി. പഠിച്ചോന് അബുജാലും കൂട്ടിയില്ല വരുന്നത്. എടി ഇതിന് ശുക്രാക്കനെ ചാക്കിലാക്കിലെടി. ചാക്കിലാക്കെന്നാ ഞാൻ പെരിച്ചായോ? പറയടി ആരടി? ഭർത്താവ് മരിച്ച് ആരുമില്ലാതെ ആത്മഹത്യാക്കിലെ തന്നെ ആകെ നോക്കണ ശുക്രാക്ക മാത്രമേ. മൂപ്പറിന്റെ ദൈവത്തിന്റെ സ്ഥാനത്താണ്, അല്ല മൂപ്പറിനെ കെട്ടിയിട്ടൊന്നുമില്ല. പഠിച്ചോനെ ശുക്രാക്കേ ഈ ഡ്രസ്സ് ശുക്രാക്ക കുട്ടിക്ക് വാങ്ങിക്കൊടുത്താണ്. ഓക്കൊരാഗ്രഹം ഉണ്ട് ഇത് മൂപ്പറിന് ഇട്ട് കൊടുക്കണമെന്ന്. അതിനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പഠിച്ചോനെ ശുക്രാക്ക ഇത്ര നല്ല മനസ്സിനേനി. ശുക്രാക്ക ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ എല്ലാ നാട്ടിലും ഉണ്ടാവും നല്ല ആൾക്കാരെ പറ്റി കുറ്റം പറയാൻ കുറെ തിരുപ്പന്മാര്. എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. സംഭവത്തിൽ നിങ്ങൾ ചെയ്ത കാര്യം നല്ലൊക്കെ തന്നെ, പക്ഷെ ആ കുട്ടിക്ക് നിങ്ങളൊരു മുഖശേപ്പില്ല. ഞാൻ കാണിച്ചരാ. എന്നെ ഞാൻ കൊല്ലടി, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പെണ്ണുക സ്വഭാവം ഒരു ചീയ സ്വഭാവമാണ്. അത് നന്നാക്കി പത്ത കാട്ടുക. ഊരകമല ഉണ്ടാ അത് വേണമെങ്കിൽ ഒറ്റക്കച്ചേറ്റ് വേരോടൊക്കെ പറിച്ച് ഞങ്ങൾ കൊടുന്നേരാം. എന്നാലും പെണ്ണുങ്ങളെ സ്വഭാവം നന്നാക്കുന്ന കാര്യം എന്നോട് ചോദിച്ചണ്ട മോനെ. എടാ ഒരു വഴിയില്ല. എടാ സുക്കൂറ, എല്ലായിടത്തെ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ശരീരം കൊണ്ടേ വെവ്വേറുള്ളൂ, സ്വഭാവം കൊണ്ട് എല്ലാം ഒരു അച്ഛനാണ്. വലിയ അർത്ഥം പറയാതെ എന്തേ ഐഡി പറഞ്ഞോ കുതിരെ. ഇതുണ്ടാ അല്ല സുക്രാക്ക, ഞാൻ പോണ നിങ്ങൾക്ക് വിഷമൊന്നുമില്ല. പോണ്ട. അന്ന് ഞാൻ പോയാലേ ഞങ്ങൾ പേട്ട് പണി ചെയ്താൽ ഇരിക്കാം. പോയിക്കോ. എന്നിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കൊഞ്ചാനെ. എന്റെ പഠിച്ചോനെ ഇങ്ങനത്തെ അതാമിനെ തലി വെച്ച് കെട്ടിയല്ലോ. പണ്ടിന്റെ അമ്മാന്റെ മോളിനെ ഓളെ കണ്ട് കല്യാണം പറഞ്ഞേനു. അതുകൊണ്ട് ഓള് കഴിച്ചില്ലായി. ഓളെ കെട്ടിക്കണ ഞാൻ സ്വർഗത്തിലേനു. അത് ശരിയാണ്. ഓള് വലക്കേറ്റ് ഓളെ പുതിയാപ്പളെ തലക്കടിച്ചിട്ട് മൂപ്പര് എന്നോ സ്വർഗത്തേക്ക് എത്തിക്കണേ. പിന്നെ എന്റെ അമ്മാനി ഓളപ്പം ഇങ്ങോട്ട് വരും. ആ മിൻമിനിയോ? ആ എന്റെ മിൻമിനി. കാലയുത്തെ കണ്ടിട്ട് ശുക്രാക്ക ഇന്ന് ഞാൻ പോണില്ല. പോണണ്ടീലേ പണ്ടാറം കരണ്ടും പോയി. ശുക്രാക്ക എന്തേ കുളിക്കാൻ കുറച്ച് വെള്ളം കയറി തരാ? പിന്നെത്താ പണി കുളിപ്പിച്ചും തരാ. കള്ളെ മനുഷ്യർ നേരം പണിച്ചിരുന്നപ്പോ ഒരു നൂറ്റി വെള്ളം തരാത്ത തന്തയാണ് ഓളെ കുളിപ്പിച്ചാൻ പോണത്. കുളിപ്പിച്ചിട്ടുണ്ട് ഞാന് ശുക്കൂറിന്റെ മജ്ജത്ത്. ശുക്രാക്ക തങ്ക് പാഴ്ചായ നല്ല മധുരണ്ടല്ലോ. പഞ്ചാര കുറച്ച് കൂടിക്കോട്ടെ. ഇവിടെ പഞ്ചാര കുഞ്ചു കള്ള മൂരാച്ചി സുക്കൂറ ഓന്റെ ഇളക്കം സുക്കൂറാക്ക നിങ്ങക്ക് ഇന്റെ നല്ല കിട്ടലേക്കാരാ. ഞാൻ നോക്കാം ഞാൻ എപ്പോഴും ഓളെ ഓളുടെ അമ്മായിന്റെ മോളല്ലേ. നിങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കിടന്നു തുടങ്ങിയ ആൾക്കാരാണ്. ഈ പോക്ക് പോവാണെങ്കിൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കബറിൽ ഞാൻ കടിച്ചു. എന്താ സുക്രാക്ക ബസ്സില് എന്താ കയറൂരി വിട്ടിക്ക കോഴിമസിനെ കാണിച്ച് നിക്കണില്ലേ ദജ്ജാല്. തൊട്ടൊക്കെ കല്ലാണ്. സിക്സ് പാക്കിന്റെ ചക്കക്കൂട്ടാണ്ടേ ചക്കക്കൂട്ടാനുണ്ട് തിന്നാൻ പോരീന്ന്. എനിക്ക് ചക്കക്കൂട്ടാൻ വേണ്ട. ശുക്രാക്ക നിങ്ങളെ ബസ്സിലൊന്ന് കാണിച്ചേനി. എടി മിൻമിനിയാ അതിന്റെ വലിയ അപ്പുറത്തേക്ക് തരം തേക്കാൻ വിളിച്ചാണ്. അങ്ങോട്ട് പോയിക്കോടന്നേ. നിങ്ങൾ ഇങ്ങോട്ട് വരും. എന്റെ ശുക്രാക്ക അവിടെ. എന്റെ ശുക്രാക്കല്ലേ ഞാൻ കാണിച്ചു തരാം. നടക്കാം. നല്ല ശാന്ത സുന്ദരിക്കണല്ലോ. ഈ സുക്കൂറിനെ പുറത്തേക്ക് കണ്ട് കാണുന്നില്ല. ചെക്ക പെണ്ണുങ്ങളൊപ്പം ഇങ്ങനെ സുഖിച്ചിരിക്കണേ. എന്റെ ഐഡിയ പൊലിച്ചു എന്നാ തോന്നണ്ടേ. ഐഡിയ കൊടുത്തത് അതുകൊണ്ട് എന്റെ ജീവിതം പച്ച കുടിച്ചില്ല പെണ്ണേ. ആ ഈ ഞാൻ എനിക്ക് ചക്കക്കൂട്ടം വറ്റിച്ചിക്കണ അങ്ങോട്ട് നടക്കേ. എവിടെ പാത്തുവാ
എന്താ ചൊർക്കള് പെണ്ണ്, ഒഴിഞ്ഞു നോക്ക തന്തേ. ആ ചൊർക്കള് പെണ്ണ് കെട്ടിട അങ്ങനത്തെ കെട്ടണം, ആപ്പിള് മറ്റുള്ള പെണ്ണ്. ഇപ്പൊ പറയാനും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾ കോത്തിൽ ഇങ്ങനെ തല ഉണ്ടാവൂലോ. അതല്ല, ഞാൻ എന്റെ കാര്യം ആലോചിച്ചാണ്. എനിക്ക് കിട്ടിയത് കാട്ടു മോചനല്ലേ. പിന്നെ എനിക്ക് കിട്ടിയ സ്വർണ്ണക്കെട്ടല്ലേ. ഒരിക്കൽ പറഞ്ഞാലേ രണ്ടാക്കും നല്ല കിട്ടിയിട്ടില്ല. അങ്ങനെ പറയണ്ട. ഇന്നെ കെട്ടിക്കൊന്നേ ഈ നാട്ടിൽ ഏറ്റവും ചൊറുക്കുള്ള പെണ്ണ് ഞാനേ. ഏറ്റവും ചൊറുക്കുള്ള പെണ്ണല്ല, ഏറ്റവും കിറുക്കുള്ള പെണ്ണ്. ഇതിന് പറയിപ്പിച്ചണ്ട, ഒക്കെ മൂച്ച് പിരാന്തല്ലേടി. നിങ്ങളപ്പൊ ഞാൻ എന്നുകൂടി അന്ന് എനിക്ക് പിരാന്തായി. എല്ലാ വർത്താൻ പറഞ്ഞു വേണ്ട. പല കണ്ടല്ലേ ഒരു ഹലോപ്പതി മാറിക്കുണ്ട്. നിങ്ങൾക്ക് നാടൻ നായ്ക്കൾ മൂപ്പി, ഞങ്ങൾക്ക് മൂക്കിൽ പല്ലുന്നുണ്ട്. കണ്ണിങ്ങനെ പെണ്ണുങ്ങളെ നോക്കിയാണ് വെള്ളം ഇറക്കല്ലേ നിങ്ങള് തന്തേ. വലിയ ബാല്യക്കാരി ആ തൊള്ള ഒറ്റ പല്ലിനടി. തേങ്ങാപ്പൂള ആ തൊള്ളന്ന് പൂട്ടിക്ക് അയച്ച കയറും. വെപ്പുല വെച്ചാണ്ട് മണ്ണ വെക്കണേ. നിങ്ങൾ വല്ല വർത്താനം പറയണ്ട. നിങ്ങൾ ഉള്ള പല്ലാണ് പോകും. എന്താണ് ഈ തലോ നിന്റെ കാലിന് മുട്ടുമ്പോ തേച്ചൊരു ഭയങ്കര വേദന. എങ്ങനെ വേദന ഇല്ലാക്കും? ഇതൊക്കെ തള്ളച്ചേ. പിന്നെ ഈ പോലത്തെ പോണെങ്കിൽ ഞാൻ രണ്ടാമത് കിട്ടും. അങ്ങനെ സുമയ്യാക്കില്ലേ ഇന്നൊരു നോട്ടുണ്ട്. നോട്ടല്ല ചോട്ടയിക്കാരം. നിങ്ങൾ സുമയ്യ 5 മാല കഴിക്കണേ. അത് വല്ല കള്ളം കൊണ്ടുവച്ച് നോക്കിക്കാരം. എന്നൊക്കെ കള്ളന്റെ മോശേപ്പും ഉണ്ട്. ശുക്രാക്ക ഇന്റെ ഈ ഡ്രസ് എങ്ങനെ ഉണ്ട് കാണാന്? ഈ ആ ഡൗസ് ഇട്ടാൻ മരിക്കുന്നുണ്ട്. ഈ തടിച്ചു പെണ്ണിക്ക് പറ്റിയ ഡ്രസ്സ് ഇതല്ല. നമ്മളെ മൈമൂനല്ലേ ഓട്ടുന്ന ചൊറുക്കാണ്. സ്ലിം ബ്യൂട്ടിയാണ് അവള്. ഒരു ചിമ്പ്ലൂറ്റി മൈമൂന. ഞാനും തടിച്ചപ്പോ നിങ്ങൾ പത്രാസിലിപ്പോ ഞാൻ പോരാതായില്ലേ. നല്ലത് പറഞ്ഞ കുറച്ച് ചൊറുക്കൊക്കെ വേണം. ആ ഇപ്പൊ വരും. നിങ്ങളെ കാണാൻ ഐശ്വര്യറായേ വിമാനം വിളിച്ചു കാണ്ട് ഒരു അഭിഷേകം വെച്ചാൽ മതി. ശുക്രാക്ക നിങ്ങൾക്ക് വായക്കപ്പോരും ചായയും ഇജ്ജുണ്ടാക്കിയതല്ലേ വലിയ ചോദൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ മുണുങ്ങണ്ട, ഞാൻ തിന്നോളാം. അതല്ല, നസീം ഉണ്ടാക്കിയ പയമ്പൊരി, അതാണ് പയമ്പൊരി. ഇത് എന്റെ വാപ്പ കുഞ്ഞിക്കാതന്നെ വരക്കണ്ടേ. ആഹാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലി നസീമാന്റെ ഒരു മാങ്ങാത്തൊലി. ഇന്റെ കൈയൊന്ന് പുടിച്ചാട് നോക്കി. നാട്ടിൽ കാണും എനിക്ക് മോശക്കേടാണ്. നിങ്ങളുടെ കെട്ടിയോനല്ലേ അങ്ങോട്ട് കളി. എന്റെ കുട്ടീനെ ഇങ്ങോട്ട് മാണിങ്ങി പോയി. വലിയൊരാള് ഒരു വണ്ടി വിളിച്ചേ, ആസ്പത്രി കൊണ്ടോ പോത്തോ. നിങ്ങൾക്ക് ഇനി പറ്റുമോ? ഞാൻ തടിച്ചിട്ടല്ലേ ഉണ്ടാ. നിങ്ങൾക്ക് എന്റെ കൈ അടിച്ച വലിയ മോശമല്ലേനാ. നിങ്ങൾ മൈമുനെ വിളിച്ചോളി. ഓള് ഓട്ടോറിക്ഷത്തിൽ വരും നിങ്ങളെ കൊണ്ടാവാൻ. അല്ലേ വേണ്ട, ഐശ്വര്യറായി വരും വിമാനത്തിൽ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ രണ്ടാമത് പെണ്ണിട്ടൊന്ന് ഫോൺ നമ്പർ ഇങ്ങോട്ട് വരും. ഞാൻ വിളിച്ചാണ് ഓള് പറയാം നിങ്ങൾ ഇവിടെ വീട് നടക്കണെന്ന്. ഓള് ആംബുലൻസ് എത്തി വരും. ചാടി കയറണേ, മുണ്ടാതെ കിടന്നോളിയോടാ. നിങ്ങൾക്ക് ആവശ്യം നേരത്തെ ഇന്ന മാണല്ലേ, അല്ലാതെ നേരത്തെ പുല്ല് വരാം. നിർന്തലയിൽ സൂര്യൻ കുത്തിയാലും ഇവിടുത്തെ പെണ്ണുങ്ങൾ കിടക്കപ്പായിന്ന് നീച്ചൂല. പാത്തുവാ നീ പാത്തുവാ. ഓ എന്താ നീച്ചോയി? മുറ്റതാ ചുറ്റോടിട്ടു ചണ്ടി തൂർന്ന് കിടക്കണേ. ഇവിടെ അടിച്ചിട്ടില്ല, തുടച്ചിട്ടില്ല, പാത്രം കേക്കിയിട്ടില്ല, തിരുമ്പിയിട്ടില്ല, പള്ളിയിൽ കത്തിയിട്ട് വയ്യ, ഒരു തുള്ളി വെള്ളം ഓള് ചൂടാക്കിയിട്ടില്ല, ചോറ് വെക്കാണ്ട് ഇപ്പൊ ചോറിന് വരുമോ? വല്ലാത്തൊരു ജാതി മരിയക്കള്. എന്താ ശുക്രാക്കാ നിങ്ങൾക്ക് അങ്ങോട്ട് എടുത്തൂടെ? പോണം. താത്ത ഇതുകൊണ്ടാണ് തിരുമ്പിക്കാളി. എത്ര ചായഞ്ഞിക്കണ തിരുമ്പിക്കൂടെ? കുഞ്ഞിനോട് പറഞ്ഞിട്ട് ഓന്റെ പാന്റും കുപ്പായും എനിക്ക് തിരുമ്പണി കുഴപ്പമില്ല. ഓന്റെ ട്രൗസറും അതും ഇതൊക്കെ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ നിങ്ങൾ തിരുമ്പിക്കളയിൽ ഓനെ കൊണ്ട് തിരുമ്പിച്ചാണ്ടി. അതിനെന്താ കുഴപ്പം? എന്റെ ഇളച്ചനല്ലേ, തിരുമ്പിക്കൂടാണ്ട്. ഞാൻ എന്റെ പെരയിലൊന്ന് പോയിട്ട് വരട്ടെ. ചെത്തപ്പ എല്ലാ മാസവും എൻ്റെ അടുക്ക് ഇങ്ങനെ പോവാൻ ഇത്രയും കാലം അവിടെ തന്നെ അല്ലേ ഇനിയാ? എനിക്കാണെങ്കിൽ കാലോണ്ട് വെജ, നടക്കാനും വെജ. പോയിക്കാണ്ട് ചേട്ടാ പോയിക്കാണ്ട് പണി എടുത്തോ. ഇപ്പാണ് മുണ്ടി പോയിക്കോളൂ. ഇപ്പൊ അതാ ഇരിക്കണേ. ഒരു പ്രാവശ്യം ഒത്തു കയറി ക്ഷീണം മാറിയിട്ടില്ല. ചങ്ങാമാര് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോലും കയറാൻ സമയമില്ല. മൂപ്പര് പോയിക്കോട്ടെ. മാളോട് ഓളെ വടക്കാൻ പുറത്തുണ്ട്. ഇത്താത്ത ഇച്ചി പഠിക്കടോ. ഇച്ചിപ്പൊ കല്യാണം ഒന്നും വേണ്ട. ഓളൊരു മാഞ്ഞാളെ തലയെ കൂടെ ചുള്ള ചാടും ഞാന്. പാരി പാർന്നോടി. ഒക്കെ ഞാൻ മരിച്ച സമാധാനം കൊന്നാളിന്ന് എല്ലാരും കൂടിനെ കൊല്ലന്നെ ചെയ്യാനാ. 10-18 വയസ്സായി എനിക്ക്. അന്നെ തിന്നാന്ന് വളർത്തണേ ഞങ്ങൾ പറഞ്ഞ കേൾക്കാനാ, അല്ല എന്റെ ഇഷ്ടത്തിന് അടുക്കാനല്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചരുത്. ചെയ്ത് ഒരു പെണ്ണാതപ്പോ പ്രശ്നങ്ങളെല്ലാരും ഞാൻ ജനിച്ചപ്പോ തുടങ്ങിയതാണ്. നിങ്ങൾ എല്ലാരും പറച്ചില്ലേ? നിങ്ങൾക്കുണ്ടല്ലോ ഒരു മോനെ. അവിടെ നിങ്ങൾ പറയലുണ്ട് അതേമാതിരി ഒച്ചറക്കടി. ആൺകുട്ടിയാണ് മുണ്ടാടന്നേ. വേണ്ട, ഞാൻ പറയുമ്പോഴാണ് ഈ പ്രശ്നം. ആണെങ്കിൽ ഇവിടെ എന്തോ ആവാ. പെൺകുട്ടിയൊക്കെ ഒരു അവകാശം ഇല്ല ഇവിടെ. ചെക്കലടിച്ച് ഞാൻ ആരുടെ വല്ലാത്താണ് പറഞ്ഞത്. അന്നെ 3 വർഷം വെച്ചാൽ ഞാന് എന്താ മങ്ങള് കാട്ടണത്? ഓള് പറഞ്ഞ എന്താ തെറ്റില്ലത്? ഓള് പറഞ്ഞ ശരി തന്നെയല്ലേ? നമ്മൾ പെണ്ണുങ്ങൾ ജനിച്ചാൽ തൊട്ട് കേക്കൽ തുടങ്ങിയതല്ലേ? പണി പഠിച്ചൂടെ കെട്ടിച്ച് പറഞ്ഞേക്കാളതാണെന്ന്. നമുക്കൊരു അരമണിക്കൂർ ഏറെ കിടന്നുറങ്ങാൻ പറ്റിയലുണ്ടാ? ഉറക്കനെ സംസാരിക്കാൻ പറ്റിയലുണ്ടാ? കാൽമക്കാല് വെക്കാൻ പറ്റിയലുണ്ടാ? നമ്മൾ രണ്ടാളെ ഇഷ്ടം എന്തെങ്കിലും പെരി നടക്കലുണ്ടാ? ഇല്ലല്ലോ. അതേമാർക്ക് ആക്കണം ഇവിടെ ജീവിതം. ഓളെങ്കിലും ഒന്ന് പഠിച്ചുകാണ്ട് ജോലി ചെയ്യിക്കാണ്ട് ഓളെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ജീവിച്ചോട്ടെ. കൊറേ പഠിപ്പിച്ചില്ല, മതി. കെട്ടിച്ച് പറഞ്ഞേക്കാളാണോളാ. ഇപ്പ കെട്ടിച്ച് വീട്ട് കടമ തീർക്കല്ല മാണ്ടിയത്. ഇപ്പൊ ഓളെ ഇഷ്ടം എന്താ അത് നിങ്ങൾ നടത്തി കൊടുത്താളേ. ഓള് പഠിച്ചോട്ടെ. ഓള് പിന്നെ എപ്പോഴാ കല്യാണം പറയണേ? അപ്പൊ നടത്തി കൊടുത്താളേ.
എടി പാത്തോ കേട്ടില്ലമ്മ അവനാന്റെ പരിയിലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. വിവരം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിക്കാണ്ട് ഓലെ കാൽക്കയിൽ നമ്മളെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. ഓളെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. എന്തിനാ ഓളയും കൂടി അടുക്കളയിൽ തളക്കണത്? ഞാൻ പോവാണ് ഞാൻ പിന്നെ വരുന്നുണ്ട്. പണി ഞാനേ ഓരോ പിരാന്തന്മാരെ കഥ പറഞ്ഞ ഉത്തരക്കേനി. അടിമയും അസമത്വവും നമുക്കിടയിൽ നിന്ന് എടുത്തുപോയി എന്ന് പറഞ്ഞാലും ലോകത്തിന്റെ ഈ പുരോഗമന കാലഘട്ടത്തിലും അത് ജീവിച്ചനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. നിക്കളോടാ തന്തി നടക്കണ മക്കൾ നടക്കണ നിക്കളോടാ നടക്കണ പോയി കുളിച്ചാൽ നിങ്ങൾ മുണങ്ങാൻ നേരത്തെ ഇങ്ങോട്ട് വരില്ല. അപ്പൊ നിങ്ങൾ കാണിച്ചു തരട്ടോ പൊണ്ടാറ സ്കൂളിൽ എന്ന് തുറക്കലാണ്. ആ പാത്തൊന്നുമില്ല അച്ഛനം കേട്ട സ്വഭാവമാണ്. ആ സുക്കൂറാണ് ഓളെ വൈത്തരം ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കും പെങ്കൂസനെ കണ്ട്. പോയി കുളിച്ചോടുന്നേ. അപ്പൊ അത് പോയി ചോർന്നോ? അപ്പൊ കണ്ടീലേ ഒബായം കൊണ്ട് ഓട്ടോ എടുക്കുന്ന ടീമാണ്. മനുഷ്യരെ പച്ചർച്ച് തിന്നാ പാത്തുരത് മനസ്സിലാവില്ല ഓലെ വിചാരം. പോയത്തക്കാര് ഒന്നുകൂടി തിന്നോട് കിട്ടിയേ. കിട്ടി ഓടേ ഒന്ന് അന്നം കാണാത്ത മാതിരി. അല്ലെങ്കിൽ ഈ ആമക്കളെ മക്കളെ വേറെ കാണൽ പേരെ ഇതന്നെ ഉള്ളൂ. എനിക്ക് ആ ചീഞ്ഞ മുട വേണ്ട. മക്കള് അവിടെ പോയി അപ്പുറത്ത് പോയി കഴിച്ചു. എത്തോടെ കുച്ചിപ്പുറ്റ് നിങ്ങളെ പേരെ കുട്ടികളെ വരുമോ? അങ്ങനത്തെ പേര് വേറെ കാണില്ലേ? ഒരു മുട കഷ്ണം കൂടി കൊടുത്തില്ലല്ലോ. ഓൾക്ക് എപ്പോഴും കിട്ടണല്ലേ? ഇത് എനിക്ക് മുണങ്ങാനേക്കാരോ? ആ ശരിയാണേ. ഇന്നലെ പോയി ആനമുട്ട ഞാൻ ഒറ്റക്കാണല്ലോ കിടന്ന് മുടങ്ങിയത്. ഇജത് മനുഷ്യനെ കളിയാക്കുക. നിങ്ങൾ പെമ്മക്കളെ മക്കൾക്ക് നിങ്ങൾ പള്ളാച്ചി തിന്നാൻ അങ്ങോട്ട് കൊടുക്കും. ആമക്കളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കലുണ്ടാ? ചിന്ന മക്കളെ കണക്കാരടി ചോരോ ചിലക്കാതെ പൊടി കൊടുത്ത് ഇമ്മ നിങ്ങൾ ആൺമരക്കളാണെങ്കിൽ നെയ്ച്ചോറും കോയും ബിരിയാണി ഒക്കെ കൊടുത്ത് പള്ളാച്ചി തിരിച്ചല്ല. നേരെ മറിച്ച് പെൺമരക്കളാണെങ്കിൽ എന്താ കാട്ടല്ലേ? ഓലെ പണിപ്പിച്ച് അവിടെ കുഴിച്ചിട്ട് മൂടും. അതല്ലേ ഇവിടെ നടക്കണത്? എന്താണെന്നോ അവന്റെ ചൊറിച്ചില്. ഇത് ചിലക്കാതെ പൊയ്ക്കോടും. പക്ഷെ അല്ലെങ്കിൽ തല കത്തിക്കാണ്. ശുക്രാക്ക നിങ്ങൾ അമ്മയും പെങ്ങളും ഇന്റെ കുറ്റം എങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. കുട്ടിയാക്കാണ് ഒരു വസ്തു തിന്നാൻ കൊടുക്കൂല. ഉള്ളത് മൊത്തം ഓല അറിയിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ പറയുന്ന കേട്ടെങ്കിൽ നിന്നോട് നിങ്ങൾക്ക് ഇന്റെ ഒരു സമാധാനത്തിന് അങ്ങനെ തിരിപ്പിക്കലടി വല്ലാതെ പറയിപ്പിച്ചാൽ നിൽക്കണ്ട. നശീകരണം പിടിച്ചോളെ കൊണ്ടേക്കോ. എനിക്ക് ഞാൻ തിരിച്ചറിയാനിട്ടൊന്നുമല്ല. പക്ഷെ എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിങ്ങൾ കണ്ടോയി. അല്ലാതെ വർത്താനം പറയാൻ നിൽക്കണ്ട. രണ്ടോ ഇറങ്ങി പോയി കാണി പറഞ്ഞു. വലിയ ബീരപ്പനാണ്. വലിയ നമ്മൾ പുറത്താക്കിയില്ലേ? ഇതിന് വലിപ്പനെ കുറ്റം പറയണത് കല്യാണം കഴിച്ചാല് പെണ്ണുങ്ങളും കുട്ടികളും നോക്കേണ്ടത് നിങ്ങളാണ്. ഇതാണ് ഇനിയിപ്പോ എന്തായി? ഇനി വാടക പരി പാർക്കാം. മോനെ സുക്കൂറെ ഒന്ന് നിന്നാവിടാ. മക്കളെ ഈ പെടിയിൽ നിങ്ങൾ നിന്നാല് നിങ്ങൾക്കൊരു സുഖവും സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വെല്ലിപ്പിയോടും കൂടിക്കാണ്ട് നിങ്ങളാണ്ട് പുറത്താക്കിയത്. അത് വെല്ലിപ്പാക്ക് നിങ്ങളോട് സ്നേഹം ചെയ്തിട്ടൊന്നല്ല. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഇപ്പൊ ഒരു പെരയാണ്. ഇതേറ്റ് പോയിട്ട് മക്കളൊരു പെരെടുത്തോളി. ഒന്നും കിട്ടുന്ന ഒരു ദിവസം പോലും പണിക്ക് പോകാത്ത എനിക്കാണ് ഇത്. എന്റെ ഞാൻ മറ്റന്നാൾ പണിക്കുമല്ലോ. നാളെ പണിക്ക് എന്താ പണി? നാളെ ഞാൻ ലീവാണ്. എന്നും എനിക്ക് ലീവല്ലേ? വടിയിട്ടൊന്നും തന്നാണ്ടല്ലോ. എന്നാ പുറത്തത് പിടിച്ചാ തന്നെ നടക്കി വെക്കാന്നാലേ. എത്തപ്പ അതിന്റെ കഥ പെരല്ല പല പോയാൽ ശുക്രാക്കൊക്കെ ബോധം വെക്കൂല. ശുക്രാക്ക ഇന്ന് നമുക്ക് പപ്പടസർപ്പിന്റെ കല്യാണം ഉണ്ട്. നമുക്കൊന്ന് പോണ്ടേ? ഈ തടിച്ച് കൊയ്ത്ത് ലുക്കുള്ള അന്നേറ്റ് പോവേ. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. ഞാൻ ഈ കുളത്തിലായത് എങ്ങനെ 2 കുട്ടികളെ പെറ്റിട്ടാണ് ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ. ഞാൻ ഇത്ര വലിയ തടിയൊന്നും ഇല്ല. ഇനി ഒരു മോഡൽ ഒരു ഫാഷൻ ഇല്ലാത്ത എങ്ങനെ കൊണ്ടുപോവാ? നിങ്ങൾ വലിയൊരു സുജായി എന്നിക്കണേ. നിങ്ങൾ ആണുങ്ങൾക്ക് തടിച്ചോല കിട്ടിയാൽ തടിയില്ലാത്തവരും തടിയില്ലാത്തവർ കിട്ടിയാൽ തടിച്ചോലിയും വേണം. നിങ്ങൾ ആണുങ്ങളൊന്നും നമ്പാൻ പറ്റൂല. ബെസ്റ്റ് ഭാര്യക്കാ താഴെ ഫ്രണ്ട്സിന്റെ മുകളില് ഈ അടിയുള്ളൊരു സാധനം. ഓരോ പേരും പറഞ്ഞിട്ട് കണ്ണിങ്ങണ്ട് പെണ്ണുങ്ങളൊപ്പം കൂത്താടി നടക്കാനുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ട്. പതിച്ച് ഓളെ നോക്കേ. ഓളെ ചൊർക്കൊക്കെ ഒരു സ്ലിം ബ്യൂട്ടിയാണ്. ഞാൻ തടിച്ചു പോയിട്ടില്ല. എത്ര ആയാലും നിങ്ങൾ എളാമാന്റെ മോളൊന്നുമില്ലല്ലോ. എനിക്ക് വലിയതൊന്നും കാണാൻ. നിങ്ങൾ എന്താ ശുക്രക്ക അന്യ പെണ്ണുങ്ങളൊപ്പം കറങ്ങി നടക്കുക? ഇത് ചീപ്പല്ലേ? വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണത്. ആരാന്റെ പെണ്ണുങ്ങളൊപ്പം നടക്കണം എത്ര വലിയ വിദ്യാഭ്യാസം? എനിക്ക് ഈഗോണേ അന്റികൾ ചൊർക്കും ഉണ്ടായിട്ട് അത് സ്വഭാവം നോക്കെ. നിങ്ങൾ പിന്നെ സൽസ്വഭാവത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളല്ലേ? അന്റെ വേർപ്പണിച്ചിട്ട് പോയി കുളിച്ചേ. ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ഡ്രസ്സ് ഇളക്കി തരാനൊക്കെ ഞാൻ വേണം. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിക്കണ? എനിക്കറിയാം എന്താ മാണ്ടിയത്. ഇവ അയമാനൊന്നല്ല. ഇവ എന്റെ യോയോ ബോയ് എന്റെ ബെസ്റ്റനാണ്. അല്ല ഇങ്ങനെ മറിക്ക് 85 മോഡലല്ലേ? ഓളെ നോക്കാലോടുന്നേ. എന്ത് ബെസ്റ്റിന്? എന്റെ ബെസ്റ്റൻ നിങ്ങൾ പറഞ്ഞില്ലേ ഭർത്താവിന്റെ താഴെയും ഫ്രണ്ട് ലിസ്റ്റിന്റെ മുകളിലൊന്ന് എന്റെ ചെക്കൻ. കുട്ടിനെ വേണ്ടേ പ്ലീസ്? ഇന്നെ കെട്ടിക്കൊന്നും എനിക്ക് കുട്ടിയും ചട്ടിയൊന്നുമില്ല. ഇനി ഞാൻ ഒറ്റയ്ക്കേനു. പിന്നെ ഞാൻ എന്റെ ചെക്കനും കൂടി സോളോ ട്രിപ്പ് ഒക്കെ പോകട്ടോ. അന്യ പുരുഷന്റെ കൂടെ ഈ നരകത്തെ തീക്കൊള്ളോട്ട് പത്തോ. നിങ്ങൾ എന്ത് മോന്റെ സുക്കുറാക്ക? നിങ്ങൾ 10ാം നൂറ്റാണ്ട് തിരിഞ്ഞു വെച്ചത് ആധുനിക ലോകത്തേക്ക് വണ്ടി വിളിച്ച് വരീന്നേ. ഞാനെന്റെ ചെക്കനെയും കൂടി ചൂറയിക്കണ വെച്ചിട്ട് മല ഇടിഞ്ഞ് വീകൊന്നുമില്ല. ഞാൻ പോട്ടെ തന്തേ. വണ്ടി നിൽക്കട കുട്ട മുക്കി കൂടെ എന്റെ പാത്തോ. 2 ദിവസം ഞാൻ എന്റെ ചെറുക്കന്റെ കൂടെ കറങ്ങാൻ പോയി. അതിരിപ്പോ എന്താ കുഴപ്പം? ഞാൻ പെണ്ണുങ്ങൾക്ക് കറങ്ങി എടുക്കാനേ
അല്ല മുതൽ കുറ്റാൻ പൊളിച്ചു. ഓ നിങ്ങളമാർക്ക് ചാണത്തടി ഒന്നുമല്ല, ഓൻ ഉരിക്കേ ഇങ്ങളെ കണ്ട ബംഗാളി ലുക്ക്. ഓനങ്ങോട്ട് നോക്കി എന്തൊരു ചൊറുക്ക് കൊറിയൻ ലുക്കല്ലോ ഓനെ. ഓൻ കൊറിയൻ ലുക്കല്ല, ഓൻ കൊരങ്ങൻ ലുക്കാണ്. നിങ്ങൾക്ക് ഈ കടിച്ചിട്ടില്ലേ? നിങ്ങളെ കണ്ടാലേ കൊളക്കടയിൽ പോക്കറാച്ചിതാളം ഇരിക്കണമാർക്കുണ്ട്. കണ്ടില്ലേ പഞ്ചാരച്ചാക്ക് ഇബന്റെ വെള്ളം നിൽക്കണ 6 പാക്ക് ആണ്. ഓന് നിങ്ങളെ കണ്ടാ BSNL ടവറിന്റെ അടുക്ക് നിങ്ങളെ മാരിക്കേ മൈസൂരാക്ക് തൊലയിച്ച മാർക്കല്ല ഇവന്. പറ്റാതെക്കണോ എനിക്ക് ബുദ്ധി പറഞ്ഞിട്ടാ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ ചൊർക്ക് പറഞ്ഞിട്ടാ? ഇതിനൊക്കെ കമ്മി ഉണ്ടെങ്കിൽ അഹങ്കാരത്തിന് നിങ്ങൾക്ക് ഒരു കുറവില്ലല്ലോ. പാത്തോ ഞാൻ ഒന്നും പറയില്ല, എന്റെ സമാധാനം വയ്ക്കണു. നിങ്ങൾക്ക് സമാധാനക്കേടുണ്ടാ? നിങ്ങൾക്ക് കണ്ണി കണ്ട് പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ 100 നാവും 110 സ്പീഡ് ചെയ്യുന്നല്ലോ. ഞങ്ങൊന്നും ഉണ്ടാവില്ല പാത്തോ, കന്നെ തന്നെ മതി. ശുക്രാക്ക ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുള്ളൂ, ഈ ലോകത്ത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾക്ക് ഇനി പട്ടിണി കിടന്നാലും പൈസ ഇല്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾ സഹിക്കും. പക്ഷെ കണ്ണി കണ്ട് പെണ്ണുങ്ങളെ വെച്ചാണ് താരതമ്യം ചെയ്യാൻ ഓലെ പോലീശ പറയണേ ഞങ്ങൾ സഹിക്കൂല. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാൻ പറ്റും, പക്ഷെ തളർത്താൻ പറ്റൂല. എന്റെ പാത്തു ക്ഷമിക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പന്നെ? ഉറപ്പാണ്. നല്ല 500 റുപ്യ പോയിക്കോ. ഇത് വാടക ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നന്നാക്കാൻ ഇതല്ലാത്ത വേറെ വഴിയില്ല, അങ്ങനെ നടക്കി. പള്ളിയിലമാർക്ക് കണ്ണു വായിക്കണോ? പള്ളിയിൽ ഗ്യാസ് തോന്നുന്നു, ഭയങ്കര വേദന. നമ്മുടെ മനുഷ്യൻ തീ പിടിച്ചാൽ നമ്മുടെ ഗ്യാസിൽ അപ്പഴ പള്ളിയിലത്തെ ഒരു ഗ്യാസ് അത്ര കുറെ ആ കുറ്റി കണ്ട നട്ടാളി മറ്റവർക്ക് മറ്റേ ചെയ്യാൻ തമാസ. വലിയമാനെ വറ്റുന്നോക്ക് നിൽക്കാൻ വേണ്ടി ഉലുവ കാച്ച വെള്ളാണിത്. ഇത് നിങ്ങൾ തൊണ്ടി തട്ടാതെ അങ്ങ് കുടിച്ചൂടി. പള്ളം കൊടുത്തത് ഉലുവ ഇലുവൊക്കെ അങ്ങോട്ട് പോട്ടെ. ചെയ്ത്താൻ കരുതാ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വലിയ ചെയ്ത്താനോ? നിങ്ങളല്ലേ ചെയ്ത്താമാരെ നേതാവ്. ചക്രവർത്തിക്ക് പഠിയുമ്പോ എന്റെ മറ്റോട്ട് വർത്താനം പോടി കൊടുന്നേ. പിന്നെ കെട്ടിക്കൊടുന്നാലും ഇതേ മക്കൾക്ക് തല്ലാൻ പൂതിണ്ട്. പക്ഷെ കെട്ടിയോനായി പോയില്ലേ. പാത്തുവാ എന്നാ അതുകൊണ്ട് തിരുമ്പിക്കളാ. ഞാൻ പോയിട്ട് വരട്ടോ. ഓളൊരു പത്രാസേ ഓക്ക് മൂടി വിളിക്കാൻ അങ്ങോട്ട് സ്കൂൾക്ക് പഠിപ്പിച്ചാൻ അങ്ങോട്ട് പോയാൽ മതി, ബാക്കിയുള്ളവർക്ക് അവിടെ പണി. പാത്തുവാ എന്നാ ഇങ്ങോട്ട് തിരുമ്പിക്കളാ. അല്ലമ്മ ഞാൻ എന്താ ഇവിടുത്തെ പാർപ്പിയെത്തിയ ഓള് ഇന്നപ്പോഴത്തേനും മരിയോളല്ലേ, ഓക്ക് ഓളെ ഡ്രസ്സ് അങ്ങോട്ട് തിരുമ്പിക്കൂടെ? ഓളെ എന്റെ പോലല്ല, ഓൾക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ട്. ആയി ശരി, കെട്ടിക്കൊന്ന പെൺകുട്ടികളെ ഇത്ര പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് 18ാം വയസ്സിൽ പഠിപ്പ് നിർത്തിയത് ആരാ? നിങ്ങളല്ലേ? ഇജ്ജ് വന്ന് മാർക്കല്ലേ ഓള് വന്നത്. ഓള് വരുമ്പോഴേ ഒരു മുറം നത്ത് സ്വർണ്ണം കൊണ്ടാ വന്നത്. ഞാൻ പിന്നെ ആട്ടുകാട്ട് ഉണക്കിയതല്ലേ കൊടുന്നത്, ഞാനും കൊണ്ടു സ്വർണ്ണം തന്നെയാണ്. ആർക്കറിയാം ചെമ്പാണോ മുക്കാണടുത്ത് കുറെ പൂത്ത സാധനം കൊണ്ടുവന്നിക്കണേ, വലിയ കാര്യമായി പോയി. എന്ത് തേങ്ങയായാലും വേണ്ടിയില്ല, ഓൾ തിന്ന പാത്രം കൂടി ഓള് കേൾക്കൂല. ഞാൻ ഉണ്ടാക്കിയ ചോറും കറിയും കൂട്ടാനും മൂക്കറ്റം തിന്നിക്കാണ് ഉസുറും പുള്ളിയാതെ കിടന്നുറങ്ങോള്. അതിനെറ്റു ഓള എന്റെ നാവിന്റെ ഒരു നീട്ടം. ഇജ്ജ് 3 നേരം തിന്നു ചെടി ഇവിടുന്ന്. ഞാൻ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി എടുത്തിട്ട് ഇവിടെ തിന്നുന്നത്, അല്ലാതെ ഓസിക്കല്ല. ഇതാണോ വീട്? ദിസ് ഈസ് ടു ഓൾഡ്. അല്ല ഷെമിയെ ഇതാരാ? ഇതാണ് അവിടുത്തെ വേലക്കാരി. വേലക്കാരന്റെ വലിയ പടാ ഷെമിയ എന്റെ തനി സ്വരം എന്ന് പറഞ്ഞിട്ട് ഓനക്ക് ഇറങ്ങി പോറന്നേ. Hey Shami, what is this? Very stupid family. I'm living here. സർ പോലെ സർ. No, no, Sir, no, no. സർ പ്ലീസ് സർ. കണ്ട ആണുങ്ങളൊക്കെ പേരെ കൊണ്ട് പരിപാടി നിർത്തിക്കും ഞാൻ. തള്ളേ മര്യാദയ്ക്ക് നോളിങ്ങളെ സാറിനും വിളിച്ചിട്ട് എന്നെ മാനം കെടുത്തി നിങ്ങളെ. ചാടി എന്നോട് അങ്ങനെ പറയാന്. ഇനി വന്നിട്ട് വൃത്തി നടക്കല്ലേ നിങ്ങളെ? പിന്നെ നിങ്ങളെ വേലക്കാരായിട്ടല്ലേ കാണുള്ളൂ. ഞാൻ തള്ളങ്ങനെ തലക്കണ മാറി എന്നോട് തലക്കാൻ നിൽക്കണേട്ടാ. എന്റെ ഉമ്മാനെ പറയില്ലേ? എന്താ പറ്റി? തല്ലടി നിങ്ങളെ പൊന്നാര മരോളല്ലേ ഓളെ? ഇപ്പൊ എന്തായി? ഇന്നൊരു വേറെക്കാണല്ലേ പൊന്നും പട്ട നോക്കി കെട്ടിക്കൊണ്ടുപോകാൻ കിട്ടാതെ കിട്ടിയപ്പോ സമാധാനായില്ലേ? എണീക്കുമ്മ എണീക്കൂടി അങ്ങോട്ട്. നിങ്ങൾക്കും ഇല്ലൊരു മോളെ, ഓക്കണ ഈ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കോ? പൈസ കൊണ്ടാണ് നിങ്ങൾ മരക്കളെ രണ്ടായിട്ട് കാണരുത്. നമ്മൾ പരസ്പരം അമ്മായിമ്മ എനിക്ക് ഉമ്മ ആയിട്ടോ നിങ്ങൾക്ക് മരോള് മോളായിട്ട് നിന്നാല് തീരാവണ പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ളൂ. എത്ര എന്റെ തലമലേ അതിന്റെ പുതിയ ഒരിക്കയിട്ട് അടിച്ചാടി. ഇന്നലെ ഞാൻ എന്നോട് ഒൽക്കൊഴിച്ചപ്പോ എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് അങ്ങനെ തന്നെ മാണടി. അല്ല എനിക്ക് എന്തിനാ അടിയിട്ടത്? എടി അത് ബിസിനസ് ചെയ്യാൻ മോതിരം ഒരു കൊടുക്കഞ്ഞിട്ട്. അതിനിപ്പോ ഇങ്ങനെ കൊലക്കേറ്റ് തല്ലേണ്ട ആവശ്യമുണ്ടാ? അടി പുതിയ ബിസിനസ്സിന് വെച്ച മോതിരല്ലേ ഞാൻ വലിയ തങ്ങൾക്ക് നേർച്ചയായി കൊടുത്തു. എന്തിന്? മൂപ്പരെ സ്വഭാവം നന്നാൻ വേണ്ടിട്ട്. അന്നെ ഒലക്കേറ്റ് അടിച്ചാ പോരേനി, അന്നെ കുജിത്ത് മൂടണേനി. എടി എന്റെ കെട്ടിയോന്റെ സ്വഭാവം നന്നാൻ വേണ്ടി ഞാൻ എന്താ കാട്ടുക? അങ്ങനെ ചോദിച്ചാ ഇന്ന് ശുക്കൂറാക്കാന്റെ സ്വഭാവം എന്തേനി? ചീന സ്വഭാവല്ലേനാ, അത് ഞാൻ മാറ്റിയെടുത്തില്ലേ? ഏത് ആ പാവം തണുത്ത സുക്കൂറക്കാനെ? മൂപ്പര ഇപ്പത്തെ തണുപ്പൊന്നും ഇജ്ജ് നോക്കണ്ട. മൂപ്പര എന്തേന് സാധനം എന്ന് എനിക്കറിയോ, ഞാൻ മാറ്റിയെടുത്തതാ. അതെങ്ങനെ? എന്താ കരക്കി ചെന്നിക്കണ്ടേ പരിപാടി. ശുക്കൂറാക്ക നിന്റെ പെരേക്ക് പരിപാടിക്കോട്ടെ. എന്റെ ബാപ്പ ചാകം എടുക്കുന്നില്ല, ഇത് അടുപ്പിച്ച പോണ്ടേ എന്റെ ഒറ്റ പരിപാടി പോണ്ടേ. ശുക്കൂറാക്ക എനിക്ക് പണിയെടുത്ത് തീരെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? അക്ക് എന്താ പണി ഉള്ളതേ? തിന്ന് തടി കൂടെ അല്ലാതാ പോടി കഴിക്കാണ്ട്. നിങ്ങൾ രാവിലെ പൊയ്ക്കണല്ലേ, നിങ്ങൾ ഇത്ര നേരം എവിടെയാനി? എന്റെ ഇഷ്ടസമയത്ത് പോവും വരും. ഞാൻ ചോദിച്ചാനേ പോയാതെ ഇത് ഞാൻ നല്ല ഇന്നാണ് കൊന്നാ നിങ്ങള്. അങ്ങനെ മരിച്ചണ്ട ഇഞ്ചിൻ ഇതാക്കിട്ടേ എന്നെ പതുക്കെ ഞാൻ കൊല്ലുള്ളൂ. പാത്തോ
ഇത് പേസിലെ പൈസ എടുത്തേ തിരുത്തിനാ നിങ്ങളെ പെങ്ങള് പേഴ്സേറ്റ് പോണേ ഞാൻ കണ്ടീനല്ലോ. നായിന്റെ മോളെ പെങ്ങ കളത്തിയത് എന്റെ ബാപ്പകാരം എന്റെ ബാപ്പാനെ പറയണ ഞാൻ ക്ഷമിച്ചതേ. പുജാപ്പഴ തലി പേര് കേക്കണ്ട ചെടുക്കാത്ത ഇന്നത്തെ നിങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ താത്തു. പാത്തോ എന്തേ ക്യാബേജ് നീളത്തിൽ അരണ കുരുവിനെ അരണ വട്ടത്തിലെ ചതുരത്തിൽ എങ്ങനെയൊന്ന് അറിഞ്ഞു തരുമോ? നിങ്ങൾ ഔത്തൊന്ന് അറിഞ്ഞാ മതി. അങ്ങനെ അറിയല്ലേ ഇതൊക്കെ ഇനി എന്റെ കഥ. പിന്നെ ഇടയ്ക്കിടത്ത് ഇങ്ങനെ ടിപ്സ് ഒക്കെ പറഞ്ഞു തരേണ്ടിട്ടാ. ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ തങ്ങൾക്ക് കൊടുക്കണ കായ് എനിക്കെന്നാ മതി. അതൊക്കെ ഞാൻ തരാം. ഇനി ഞാൻ പെടുന്നാലേ എന്റെ അമ്മായിമ്മ എന്റെ നിലക്ക് ഒലക്കയിട്ട് അടിച്ചു. അതുകൊണ്ട് ഞാൻ പോവാ. ഇതും കൂടി കുട്ടികളുടെ 500 റുപ്യ അയക്കണട്ടാ. ഇജ് ബേജാറാവണ്ട. എന്റെ സുക്കുറാക്കാക്ക് 2 റിസർവ് ബാങ്ക് ഉണ്ട്. പൈസ കൊണക്കാട്ടതാ. ഉണങ്ങിട്ട് എനിക്ക് തരണ്ട്. അല്ല പത്തുവന്റെ മാക്സി ഒക്കെ നരച്ചിക്കണല്ലോ. ആ ആകെ 2 മാക്സി ഉള്ളൂ. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കും. നമ്മളൊക്കെ ആര് നോക്കാനാ? ശുക്രാക്ക ഒരു 50 റുപ്യ തരുമോ? ഞങ്ങൾ കഴിഞ്ഞ മാസം 500 റുപ്യ ആ 500 റുപ്യ ഞാനേ 1 ഏക്കർ സ്ഥലവും വാങ്ങിയാൽ പെരയും വെച്ച് കിണറും കുത്തി ബാക്കി ഞാൻ ബാങ്കിൽ വിട്ടു. ഒക്കെ ഉസുറും മുള്ളി ഉണ്ടാവും. ഒരു 500 റുപ്യനെ കണക്കറിയാനേ. അടുക്കളയിൽ കുത്തിറക്കണ ആക്കുന്നതിന് പൈസ ആ അടുക്കളയിൽ കുത്തിറക്കണോണ്ടാണ് ഞാൻ അങ്ങോട്ട് പൈസ വെച്ചിട്ടത്. എനിക്കൊരു പണി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാണ് ഇറക്കൂലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ പരിധി ചെലവ് മൊത്തം അലിയാണ് അന്റെ മായാത്തിന് ചെലവാക്കാൻ എനിക്ക് ഒഴിഞ്ഞ പൈസ ഇല്ല പോയിക്കൊടുന്ന്. അല്ലെങ്കിൽ ഞാൻ എന്തിനു കാര്യം പറഞ്ഞാലും അപ്പൊ തുടങ്ങും നിങ്ങളെ ഒരു പായരെ പറിച്ചില്ല. അല്ലെങ്കിൽ എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ബിസ്ക്കറ്റ് ആണോ ഉമ്മച്ചി എടുത്തോടെ പൈസ? ഉമ്മച്ചി പണിക്കൊന്നും പോണില്ലല്ലോ. ഒന്നും അടുക്കളയിൽ പണിയെടുക്കലുണ്ടല്ലോ. അടുക്കള പണിക്ക് കൂലില്ല മോളെ. ഞാൻ എനിക്ക് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ ഈ പെരക്കാരോട് ഞാൻ കെഞ്ചേണ്ടി വരും. ഇഞ്ചി പാപ്പുറത്തേക്കാണ് കഴിച്ചോട്ടാ. പത്ത് നോക്കേ 1000 റുപ്യന്റെ ചുരിദാറാണ്. അമ്മ എനിക്കൊരു മാക്സി എങ്ങനെ 200 റുപ്യ തരുമോ? എന്റെ അടുത്ത് ഇടാ 100 200 ഒക്കെ ചോദിച്ചാല് ഇജ്ജ് ഷെമിന്റെ പഴയ ഡ്രസ്സുകളുണ്ട് അവളോട് ചോദിച്ചിക്കാണ്ട് അത് കിട്ടോ. ഇന്ന് സാലറ്റ് ദിവസേന ഇതെന്റെ വകുമ്മാക്കൊരു മാക്സി. ഇജ്ജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ സമ്മാനം കിട്ടും. ഇവിടെ ഉണ്ട് ഓരോരുത്തര്. എന്നാണപ്പോ ഓരോരുത്തു നിന്നൊക്കെ ഓരോന്ന് കിട്ടലാവും. എൻ്റെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലതും വാങ്ങലേ. എനിക്കൊക്കെ നോക്കിക്കാനേ പറ്റുള്ളൂ. മോളെ ആ ഇപ്പ സുക്കൂർ ഇവിടെ ഇല്ലേടി? സുക്കുറാക്ക് അപ്പുറത്തുണ്ട്. പിന്നെ എൻ്റെ ഒരു 500 റുപ്യ ഉണ്ടാവോ? ഞാൻ അതിന് വന്നേനു. ഉമ്മാക്ക് മരുന്നാങ്ങാനാണ്. ആശുപത്രി കാണിച്ചുള്ള പൈസ ഞാൻ കഴിഞ്ഞു ചെയ്തു. എൻ്റെ അടുത്ത് എവിടെ പൈസ? എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണത് തന്നെയല്ലേ. ഞാനത് ആലോചിച്ചില്ലടി. ഇപ്പം ഞാൻ ആരോടെങ്കിലും ഒന്ന് കടം വാങ്ങിക്കോളാം. എന്തെങ്കിലുമൊക്കെ ഇപ്പം ചെയ്തോളാം. ശുക്രാക്ക എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ പൈസ വേണോ? എനിക്ക് പൈസ മാത്രമേ ചോദിച്ചോളൂ വേറെ പറയാ. പിന്നെ എത്ര ശുക്രാക്ക ഈ പെരയിൽ എന്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും നടക്കലുണ്ടാ? എന്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കണ്ടം ചെയ്തലുണ്ടാ? എനിക്കൊരു ഡ്രസ്സ് എടുത്തലുണ്ടെങ്കിൽ കുട്ടിക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ആയിട്ട് നിങ്ങൾ ഇമ്മാനി കൈയും കാനും പിടിച്ചിട്ട് 10 റുപ്യക്കും വേണ്ടിയിട്ട്. അതാ ശുക്രാക്ക ഞാൻ പറഞ്ഞത്. എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പൈസന്റെ പ്രശ്നമൊക്കെ മാറും. ആ ജോലിയെ പേര് പറഞ്ഞേ ജി പെരി പുറത്തൊന്നും പോവില്ല. ആ കറി വെച്ചതിക്ക് നിങ്ങൾക്ക് കറിയില്ലേ? എനിക്കുണ്ട് ആഗ്രഹങ്ങളെ. എന്താ ചെയ്യേണ്ടിന്ന് എനിക്കറിയാം. റമളാൻ മാസം വന്നു എന്നല്ലാതെ ഒരു പഹയന്മാരെ നോമ്പരിപ്പിക്കലും വിളിച്ചിട്ടില്ലല്ലോ. ഓരോ കുടുംബക്കാരുണ്ടായിട്ടുള്ള കാര്യം ഒരു അരക്ക് വെള്ളം തരാത്ത സൈസ് ജാതിയാള്. എടി തേങ്ങക്കള്ളത്തി മൈമൂനോ പണ്ടിത് സുലൈഖാന്റെ പറയുന്നത് ചക്ക കടെടുത്തപ്പോ ഞാൻ നാട്ടുകാരോട് പറയുമ്പോ നെഞ്ചെത്തി ഞൊലോച്ചില്ലേടി. ഇപ്പോൾ തേങ്ങ പാത്തും പതുങ്ങി കട്ടെടുക്കാണ് കള്ളത്തെ. എടി സിറാത്തുംപാലം കോൺക്രീറ്റ് അല്ല എടി പാത്തുവാ. ഈ തേങ്ങ ഇവിടെ വെറുതെ കാറ്റുകൊണ്ട് കിടന്നപ്പോ ഞാൻ ഈ ചാക്ക് എടുത്തിട്ടതാ. അല്ലാതെ എനിക്ക് ഈ ആരാന്റെ മുതലൊന്നും വേണ്ട. ഒരു തേങ്ങി വാങ്ങി എനിക്ക് ഇത്ര ഉസുറുമുള്ളടി. റമളാൻ മാസത്തിൽ പച്ച പൊള്ളരാന് ഒരു റേഷൻ കണിന്ന് കിട്ടിയ 5 റുപ്യന്റെ പഞ്ചാര ചാക്കിൽ 1000 റുപ്യ തേങ്ങ കട്ടുണ്ടോവാണ്. ഇത് ആള് തിരക്കടില്ലല്ലോ. ഇത് വിചാരിച്ചു എനിക്ക് മനസ്സിലാവൂലെന്നാ. ഇജ്ജ് കുറെ നേരമല്ല കുണുകുണു അറിയണേ. ഇജ് ആരാന്ന് എന്റെ വിചാരം? ഇജ് ഇവിടുന്ന് ഓലി മടലും കട്ടുണ്ടോണ്ട് ഞാൻ കണ്ടുക്കണേ. ഇതാണ് തറവാട്ട് സ്വത്തൊന്നല്ലല്ലോ. ഇതെന്നെ മാപ്പഴ പറഞ്ഞൊന്നല്ല. ഞാന് ഹുസൈനാജിനെ പെരിപ്പേക്കാണ് പൈസക്ക് വാങ്ങി ഞാൻ പെൽച്ചക്ക് ജീവിപ്പിച്ച 2 ആളിക്കോടി. ഈ പറമ്പ് ഇതിന്റെ അപ്പുറത്തെ പറമ്പും ഇന്ന ഹുസൈനാജി നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടെ വീഴ്ച പറഞ്ഞാൽ വരെ ഞാൻ അറിയും. എന്നുവെച്ചാൽ മുണിക്കാൾ അതിന്റെ ഹുസൈനാജിന്റെ ഒരു തേങ്ങ. ഇജു ഒരു ഹുസൈനാജി എന്റെ പറമ്പൊക്കെ ഒരു ലോറി മട കയറ്റാൻ പറ്റൂല. എൻ്റെ മോൻ്റെ പെരപ്പണിക്ക് കൊണ്ടാനുള്ള സാധനത്തിന് വേണ്ടിയിട്ടല്ലേ 2 മാസം നിങ്ങൾക്ക് ഒന്ന് സമ്മതിച്ചൂടെ? ഒരു അടുപ്പ് ചെയ്താണ് കൊണ്ടുപോകില്ല. ഞാൻ അഥവാ എനിക്ക് സാധനം കൊണ്ടുപോകണം തലയിലായിട്ടാണ് കൊണ്ടുപോയിക്കോളൂ. ആ ശരി നിങ്ങൾ അങ്ങനെ പറയല്ലേ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇറങ്ങി പറമ്പ് ഇവിടെ ബദർ യുദ്ധം നടക്കുന്നുണ്ടാ? ബദറ ഉദന്ന് ഇജ്ജ് നോക്കണ ആവശ്യമില്ല. എന്റെ പറമ്പ് കൂടെ ഒരു സാധനം കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. അതിനിപ്പോ ഏത് സൂചായാണെങ്കിലും ശരി. ആചാര്യ ഈ മടലും പത്തിയോണ്ട് നിങ്ങൾ നടുപ്പുറം ഞാൻ കടപ്പുറാക്കോ? ആണുങ്ങളോട് ബഹുമാനത്തിൽ സംസാരിക്കടി. ബഹുമാനം കൊടുക്കുന്നിടത്ത് പാത്ത് ബഹുമാനം കൊടുക്കും. അല്ലാത്തവർക്ക് കഷായം കൊടുക്കും.
എന്റെ പറമ്പാണ്. ഇത് അവ്വാന ദുനിയാവാണ്. അല്ലാതെ നിങ്ങൾ ജനിച്ചുമ്പോ തന്നെ തല വെച്ച് കൊണ്ടുവന്നല്ലോ. മനുഷ്യന്മാരെ സഹായിക്കാതെ ഈ സ്വത്തം നാട്ടി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നാളെ മരിച്ചോമ്പോ കബർ കൊണ്ടുപോവോ? എന്റെ പറമ്പിൽ ആര് കേറണം ഞാൻ തീരുമാനിക്കും കേട്ടോ. പാത്ത് വരെയെന്ന് ഞങ്ങൾ കാണിച്ചരാ. മാറിക്കടോ. ഒന്ന് മോളെ ഈ പറമ്പ് കൂടെ വണ്ടിയാണ് കേറ്റൂല. ഒന്നെങ്കിൽ നെഞ്ചത്തെ അല്ലെങ്കിൽ ആ പറമ്പില് അങ്ങോട്ട് മാറിക്ക് തന്തേ. അല്ലെങ്കിലേ നിങ്ങളെ കാണാൻ 10 പൈസക്കില്ല. ഇനി പാണ്ടിലോട് കയറി തവളന്നെ മാറിക്കാവൂ. ആചാരെ നിങ്ങൾ ഇപ്പൊ ഇയാൾക്ക് ഈ വഴി കൊടുക്കണെങ്കിൽ നാളെ മരിച്ചു പോകുമ്പോ സ്വർഗത്തേക്ക് പറിച്ചവങ്ങൾക്ക് വയ്യാണ് തരൂ. ശുക്രാക്കെ ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ അങ്ങനെ മാറിക്ക്. ആചാരെ ഞമ്മ തലയ്ക്ക് തേങ്ങ വീണ കഴിഞ്ഞില്ല മനുഷ്യന്മാരുടെ കഥ. ഞാനിപ്പോ ഇവിടെ സ്വർഗത്തിലെ സ്വർഗത്തിണ്ടാവില്ലല്ലോ. നീച്ച് തണ്ടാവുന്നേ നിങ്ങളോട് പറയിപ്പിച്ചാ നിക്കണ്ട. നമ്മളെ പറമ്പ് കൂടി സെക്കാണ്ട് പേർക്ക് JCB കൊണ്ടുപോണ്ടേ. ആഹാ ഒക്കെ അത്ര കാര്യം നമ്മളെ പറമ്പ് കൂടെ JCB ഉണ്ടാവാന് ഇങ്ങോട്ട് വരും. ഇങ്ങൾ ഇവിടെ എന്താ നിക്കണ്ടല്ലോ. ആഹാ ഏതവള് മുതല് മറ്റുള്ളവരെ നന്നാക്കാൻ വലിയ ഉഷാറാ. സ്വന്തം കാര്യം വന്നപ്പോൾ സ്വഭാവം മാറി. എന്താ കഥ. ഭാര്യ ഭർത്താവിന്റെ അവീതം പൊക്കി ഭാര്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു. ഒരു ഉപയോഗമില്ലാത്ത ആണുങ്ങള്. இந்த ആളുകളെ കുറ്റം പറയണോ? നിങ്ങൾ ആളുകൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും. നിങ്ങൾ ആണുങ്ങൾ എന്ത് തേങ്ങ കണ്ടുപിടിച്ചത്? വിമാനം കണ്ടുപിടിച്ച ഞങ്ങൾ ആണുങ്ങളാണ്. ബൾബ് കണ്ടുപിടിച്ച ഞങ്ങൾ ആണുങ്ങളാണ്. വെറുതെ ബൾബ് നിങ്ങളെ മാർക്ക് ഇടക്കിടക്ക് ഫീസ് പോകുന്നുണ്ട്. ബൾബ് ഉടക്കട്ടെ, ഫ്രിഡ്ജ് കണ്ടുപിടിച്ച ആരാ? ഞങ്ങൾ ആണുങ്ങളാണ്. ആഹാ JCB കണ്ടുപിടിച്ചതേ ഞങ്ങൾ പെണ്ണുങ്ങളാണ്. എന്റെ വല്യമ്മക്കാരം JCB കണ്ടുപിടിച്ച ഞങ്ങൾ ആണുങ്ങളാണ്. വെറുതെ എന്നിട്ട് മാന്തിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ പെണ്ണുങ്ങൾ തേങ്ങ പിണ്ണ കണ്ടുപിടിച്ചിട്ടില്ല. സുനിത വില്യംസേ പൊന്നാനിക്കല്ല പോയത്, ബഹിരാകാശത്തേക്കാണ് പോയത്. അത് ഞങ്ങൾ ആണുങ്ങൾ കണ്ടുപിടിച്ച റോക്കറ്റില്. ഞങ്ങൾ പെണ്ണുങ്ങളും കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടാ. ആ കണ്ടുപിടിച്ചിക്കണോ? അസൂയ, കുശുമ്പ്, കുച്ചിപ്പുറ്റി, മാങ്ങത്തിൽ അങ്ങനെ എല്ലാം മാണ്ടത്തെല്ലാം സംഭവം കണ്ടുപിടിച്ചിക്കണേ. വേണ്ട ഞങ്ങൾ പെണ്ണുങ്ങൾ ചെയ്യണ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറയേ എന്താണ് ഞാൻ ചെയ്ത് കാണിച്ചതാ. ഈ കാണുന്ന മുറ്റം മുഴുവൻ നിങ്ങൾക്ക് 5 ഇഞ്ച് കൊണ്ട് അടിച്ചിട്ട് തരാൻ പറ്റുമോ? അതേപോലെ ആനക്കാര്യം ഇപ്പൊ കാണിച്ചതാ. ഇതപ്പോ വലിയ പണി അത് കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് 5 ഇഞ്ച് കൊണ്ട് ഈ പേര മൊത്തം തുറക്കാൻ പറ്റുമോ? 5 ഇഞ്ച് 2 ഇഞ്ച് മഫോടെ മഫോടെ സുഖൂറാക്കൊരു ഒച്ചപ്പാട്. ഒരു ഉപകാരം വിചാരിച്ചിരുന്നത് എന്റെ പെണ്ണുങ്ങളെ ഞാൻ തല്ലും ചെയ്യും കൊല്ലും ചെയ്യും. ആരുടെ ഇന്നാക്കാന് സ്വന്തം കെട്ടിയോ തല്ലിനതേ വലിയ ആണത്തുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി ഇതുവരെയുള്ള ബാപ്പ എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഉത്സവമുള്ളടാ മൊച്ചമോർ നാസറെ സ്വന്തം പെണ്ണുങ്ങളെ കരുത്ത പൈസക്ക് നക്കി കുത്തർക്കാനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കടാ. അന്നൊക്കെ പെണ്ണ് ടീച്ചർ ഓലെ കോലിമ തൂക്കണം. ഓളെ ബാപ്പ 10 പാവം തരാനിട്ട് 5 പാവം തന്നിട്ടുള്ളൂ. 3-4 കൊല്ലം ഈ കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇതുവരെ ഒരു തരി സ്വർണ്ണം പിന്നെ തന്നിട്ടില്ല എനിക്ക്. അന്റെ ഈ തിരുറ്റുമൂഞ്ചിക്ക് 5 പാവനെ കിട്ടിയത് വലിയ ഭാഗ്യാണ്. പെണ്ണിനെ മഹാദാനല്ലേ, പിന്നെ സ്ത്രീധനം. അല്ലെങ്കിൽ ഈ നാട്ടിൽ നല്ല ചെക്കന്മാർക്ക് പെണ്ണിട്ടില്ല. അന്നെ പോലത്തെ എരപ്പാളിക്ക് പെണ്ണും കിട്ടും. അന്റെ പെരക്കാതെ അന്വേഷിക്കാതെ മറിയാതെ എന്നെ കൊണ്ട് കെട്ടിച്ചത്. മൂപ്പര് മൂലേരെ മോനേതുകൊണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ചത്. അധികമാണെങ്കിൽ അന്വേഷിച്ചിട്ടുമില്ല. മൂലേരായാലും നഗപ്പാപ്പാരായാലും ഇനിയിപ്പോ ഏത് ജാതി മതക്കാരായാലും ശരി മക്കളെ കെട്ടിച്ചുമ്പോ നല്ലോണം അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇതേമാർക്ക് തെണ്ടിയാളെ കിട്ടും. അത് ശരിയാണ്. അന്നെ കെട്ടിപ്പോ ഞാൻ അന്വേഷിച്ചിട്ടില്ലേനു, അതാ ഞാൻ പെട്ടത്. നിങ്ങൾക്ക് പഠിച്ചതിനടുത്ത് നിങ്ങൾക്ക് പെണ്ണേ ഇല്ല. ഇനി കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളെ കിട്ടിയത്. എടി ഇതെന്നെ കെട്ടും കിടക്കിരുത്തി കാണുമ്പോ എന്റെ പരിക്ക് പോവാൻ നോക്കാം. അല്ല ആരുടെ ആവ് പറയാൻ എന്റെ പോറ ഞാൻ അടിച്ചോട് പൊളിച്ചേക്കരാം. ബോധം പിന്നെ മൂപ്പർക്ക് പണ്ടേ ഇല്ലല്ലോ. തലച്ചോറില്ലാത്തതിന് പിന്നെ തലച്ചോറിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. എന്തേ മൈമോന് പെറ്റാ? അടുപ്പൊക്കെ പോണത് ഇന്റെ നെഞ്ചത്ത് കൂടെ ചവിട്ടിയിട്ടില്ലാതെ അങ്ങോട്ട് പോവൂല. ഗൾഫ് ഇവിടെ കറങ്ങാൻ പോണ്. ഓന്റെ കൂടെ നടക്കാനും ഓന്റെ പെണ്ണുങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളല്ല. നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ആരും ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് വന്നാലും പോലെ കൂടെ ബൈക്കുമ്പോ കെട്ടിപ്പിടിച്ച് നടക്കുക, കാല് കറങ്ങിയെടുക്കുക. അത് ഇന്നത്തോട് കൂടെ നിർത്തിക്കാണ്ട് എനിക്ക് അതിനും പോണം. നിങ്ങൾ പോകേണ്ട എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അടുത്ത കൊല്ലം ഇതേ ദിവസം ഞാൻ ഇങ്ങനെ ആണ്ട് നേർച്ച അങ്ങോട്ട് കഴിച്ചു. പൊന്നാരെ പാത്തുവാ നമുക്ക് വേറൊരു ദിവസം പോവാ. 10 കൊല്ലം നിങ്ങൾ ഈ വർത്താനം ഞാൻ കേൾക്കണ്. നിങ്ങളെ വാക്കും പഴയ ചാക്കും ഒരേ മരിക്കണം. ഒരു ആസ്പത്രിക്കെങ്കിലും നമ്മൾ ഒരുമിച്ച് വെക്കണം. അന്വേഷിച്ച പൈസ ഇല്ല, ഇത് നമ്മൾ സെക്യൂർ എടുത്തോളും. ഞാൻ മാണി പട്ടിണി കിടന്നോളാം, എന്നാലും ഇന്നെ കൊണ്ടുപോവാ. എന്റെ ചങ്ങാച്ചലൊക്കെ ദുബായിൽ മലേഷ്യയിലൊക്കെ അടിച്ച് പൊളിച്ച് ആർമാദിക്കാണ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കണ്ടേ? മലപ്പുറത്തങ്ങാടിയിൽ മീൻ മാർക്കറ്റിൽ 2 കിലോന്റെ മത്തി എങ്ങാണ്. അതിന് ട്രൗസർ കീറി ഉത്തരക്കാണ്. എനിക്ക് 5 പൈസ ഇല്ല. പൈസ വേണമെങ്കിൽ ഞാൻ തരാം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉപകാരമായില്ലേ? അങ്ങനെയാണെങ്കിലേ ടൂറോവാ. ഒരു ഈച്ച പോലും അറിയത്തിട്ടാ പാത്തുവാ. ഈ ടൂർ കൊണ്ടെന്ന് ഞാൻ പറയരുത്. ഇവിടെ കയറി അടിച്ചാണ് പോയിച്ചാളെ. അളിയോ അന്നോട് ഞാൻ പറഞ്ഞ ഈച്ച പോലും അറിയതന്നെ ഇതെങ്ങനെ അറിഞ്ഞേ? അത് ശുക്രാക്ക ഞങ്ങളുടെ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടീനി. ന്യൂസ് കൊടുത്തുവിടേണ്ടി. നമ്മള് എല്ലാരും അറിഞ്ഞോട്ടെ. അതിനിപ്പോ എന്താ അങ്ങോട്ട് നടക്കി. അളിയാ
എത്താ പോലൊക്കെ ഒരു അഹങ്കാരല്ലേ? ഭൂമി ഇത്ര സ്ഥലം ഉണ്ടായിട്ട് ആകാശത്തു കൂടെയുള്ള ഇവരൊക്കെ പോകുന്നത്. പഠിച്ചോനെ ഇങ്ങനത്തെ പൊട്ടമാറ്റി മനസ്സിൽ വന്നിട്ടുണ്ട് ഒലക്ക നടത്തി അങ്ങട്ട് അടിയാ നിക്ക് ഞാനുണ്ട്. ഈ എൽപ്പിനെ കൊണ്ട് പക്ഷെ തോറ്റല്ല ഇയാൾ ഇവിടെ വന്നാ. അളിയാ സിനിമക്ക് കേറുക അടിപൊളിയാണ്. സിനിമ ഒന്നും ഞാൻ കാണും, ഇക്കത് ആറാമാണ്. മൂപ്പര് ഈമാനിയാണ്, മൂപ്പര് സിനിമ ഒന്നും കാണൂല. എരപ്പനളിയാ പ്രായത്തിന് പേടില്ല. എനിക്ക് പേടില്ല. എനിക്ക് പണ്ടേ പേടില്ല. അപ്പഴേ ഞാൻ പറഞ്ഞിട്ട് പോണ്ടാന്ന്. അളിയാ എനിക്ക് അതിൽ കയറണം. അല്ലെങ്കിൽ ബോധം പോയിക്കല്ലേ, ഞാൻ അസ്മാരും കൂടി ആൾക്കണ്ട. ബോധമില്ലാത്ത ഒരു അപസ്മാരമുള്ളവർക്ക് അങ്ങോട്ട് മാറി നാളെ ഞങ്ങൾ കയറിക്കോളാം. സുബാന ജലാലേ ഇതിന് ഞാനില്ല. അത് ചേച്ചി കയറുന്നില്ലേ? സമ്മതിക്കാല്ലേ പോകുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കണില്ല. സുക്കുറാക്ക ആ വരുന്നത് ഒലക്കേ ഒലക്കല്ലേ ഒരല് അളിയന്മാർക്ക് അന്തല്ലാതായ. അളിയാ നോക്കി, ഇതാ ദുബായ് കടപ്പുറം. ആ ഇതാണ് ദുബായ് കടപ്പുറം. ആ ചാടിക്കാളി. അളിയാ ഇതാണ് പല്ലിരുന്നാക്ക് ഇറക്കാനുള്ള പോത്ത്. അളിയന്തിനൊരു പോത്തല്ലേ? അളിയാ ഈ കണ്ടതിലൊക്കെ കേറാൻ നിങ്ങളൊക്കെ കായുണ്ടല്ലേ? എന്റെ പെങ്ങളെ ശ്രീധരത്തിന്റെ ബാക്കി എന്റെ എത്തുല്ല. അല്ലെങ്കിൽ ശ്രീധരൻ മതിയാ? ആ എന്നാ വരി. ഇന്റെ അമ്മായിമാന്റെ നാവിനെ നിങ്ങളുണ്ടല്ലോ ഇത്രക്കുണ്ട് പാമ്പമ്പാലത്തിന്റെ മാരിക്ക്. അതിന് എന്റെ അമ്മായിമ്മ ആറ്റുമ്പടി ഒരു സുഖം തരൂല. അതിന് വേണം എൻ്റെ അമ്മായിമ്മ തൊള്ളി കൈയിട്ടാ പോലും കടിച്ചൂല. അതിന് ഈ തൊള്ളി കൈയിട്ടോക്കിക്കണ. ആ പിന്നെ എൻ്റെ അമ്മായിമ്മ മാണികക്കല്ലാണ്. ആ മാണിക്കക്കല്ലല്ലേ പണ്ട് എന്നോട് ഈറടിച്ചു കണ്ട് കിണറ്റി ചാടിയത്? അത് കേറിന്റെ ആയ നോക്കാൻ വേണ്ടി ചാടിയതല്ലേ. ഞാൻ പോവാണ്. ഞാൻ പോയിക്കണ വെച്ചിട്ട് ഇന്റെ പച്ചർച്ച് തിന്നാൻ നിക്കണ്ട. ആ പാവം സുക്കൂറാക്കൊക്കെ ഈ പോത്ത് പാത്തൂനല്ലേ കിട്ടിക്കണത്. എടി നമുക്കറിയില്ല, അഞ്ചത്തിനഞ്ചത്തിന്റെ ഏട്ടത്തിന് കിട്ടിയതാണ്. അതാ പാവം സുക്കുറൊക്കെ പെട്ടത്. എന്റെ പുതിയാപ്പിളക്ക് ഇപ്പോഴേലൊരു വിവരം വെച്ചല്ലേ, അതന്നെ ഒരു ഹയറ്. എന്റെ അമ്മായിമ്മ ഒരു ചോറ സ്വഭാവമാണ്, അതുകൊണ്ട് ഞാൻ ഗൾഫിക്ക് പോണത്. എന്റെ മരുവൻ ഏതായാലും ഉസാറാണ്. ഉമ്മനെങ്കാട്ടി കാര്യം എന്റെ മോളോടാണല്ലോ. ഞാൻ വരച്ച വരന്റെ അപ്പുറത്തേക്ക് മൂപ്പനോട് പോവൂല. അതെ എനിക്ക് നിങ്ങളെ സ്വഭാവല്ലേ കിട്ടിക്കണത്. എന്റെ കുട്ടിക്ക് ഇനി പെരീത്തെ പണിയൊന്നും എടുക്കണ്ടല്ലോ, ഗൾഫിൽ പോയിട്ട് സുഖിച്ച് കിടക്കാലോ. എന്തിമ്മാ ഇജ്ജ് അടുപ്പ് പോയി കിടക്കേനെ, പെരയില് പണിയൊന്നും എടുക്കാതെ തെണ്ടി കിടക്കാല്ലേ? അമ്മ ഇവിടെ ഞാൻ മാത്രല്ലല്ലോ വേറെ ആൾക്കാരില്ലേ? അയ്യടാ എന്നെ പഠിക്കാൻ കിട്ടുന്നില്ല, എനിക്ക് ഗൾഫ് പോവാനുള്ളതാണ്. ഓ അല്ലെ ഇപ്പൊ ഇവിടെ വന്നാൽ പണിയെടുത്ത് മുറച്ചല്ലേ? ഇജ്ജ് വല്ലാ ചെലക്കണ്ടടി. ഇജ്ജ് അവിടെയും പടി പോയിക്കാണ്ട് എന്റെ കുറ്റും കുറവും പറഞ്ഞിറക്കല്ലേ. അതിന് നല്ല പറയൊന്നുമില്ലല്ലോ, അത്ര മുന്തിയ സ്വഭാവല്ലേ നിങ്ങളത്? മുണ്ടാടെ നിന്നോ, ജീവനോട് ഇജ്ജ് പുറത്തേക്കാണ് പോവില്ല. നാവിനെ എല്ലില്ലാച്ചിട്ട് എന്തും പറയാന്ന് വിചാരിച്ചാണ്ട് ഞങ്ങൾ പറഞ്ഞീന് ഞാൻ പോലീസിന് കേസ് എടുത്താണ്ടല്ലോ ജയിലാണ് കിടക്കേണ്ടി വരും. ഇവിടെ ആരും ഗൾഫിക്കും പോവില്ല. എന്താ പ്രശ്നം? ഞാൻ ആകാശത്ത് ഓടിക്കണ്ടോ? ഇമ്മാന്റെ നാവിനെ കുറച്ച് നീട്ടേറാണ്, അതിന്റെ ചൊറച്ചിനെ അങ്ങോട്ട് മാറ്റി കൊടുത്തതാ. എന്താവശ്യം വിളിച്ചോണ്ടി ഞാൻ ഉണ്ടാവും. തോക്കലുണ്ട ഫുള്ളാണ്. അല്ലാന്റെ കുട്ടി കറുത്ത് മെലിഞ്ഞ അച്ചലിന്റെ മാരി കഴിക്കണല്ല. അത് നോക്കിയിട്ട് കാര്യമില്ല മാ, എത്ര പോത്ത എന്റെ കോലം. അതിനെന്താ സുക്കൂറെ, ഓള് തിന്നാൻ പറഞ്ഞാ തിന്നൂല. പെരിയിലെ പണി അങ്ങനെ എടുത്തുകൊണ്ട് നിക്കും. ഒന്ന് റെസ്റ്റ് എടുക്കണ്ട, അത് പറഞ്ഞ ഓള് കേൾക്കൂല. ഓന്ത് വരക്കോ അത് നിറം മാറൂല. എന്റെ പത്ത് നേരത്തെ തിന്നൂടെങ്കിൽ മരക്കളൊന്നും കഷ്ടപ്പെടണേ എനിക്ക് ഇഷ്ടമില്ല. പോരി അകത്ത് കടത്തി പാത്തോ എനിക്ക് വിഷമണ്ടാ, ഞാൻ ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവരട്ടെ. താനൊന്നൊക്കെ വേണ്ട ശുക്രാക്ക, അങ്ങനെ ആകെ 3 ദിവസത്തിലാണ് വന്നത്. ആ ഒരു വിഷമമുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം വരവിന് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഈ പ്രാവശ്യം തിരിച്ച് ഗൾഫിൽ പോകുന്ന സമയത്ത് അന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അല്ലോന്റെ സുക്കൂറെ, അന്നോട് ഞാൻ ഉമ്രക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ജിദ്ദർ എന്നെ കൊണ്ടേക്കണ. ഉമ്മാനെ ഉമ്മർക്ക് പിന്നെ കൊണ്ടുപോയിക്കൊണ്ട് ഇന്നിട്ടുകാണ്ട് ഇവിടുന്ന് ആരും ഞാൻ ഓർക്കും പോകാൻ സമയക്കില്ല. എന്റെ കാലോട് തീരെ വെച്ചാത്ത ബെക്ക അറിയാം. എനിക്ക് നെഞ്ഞുവേദനയാണ്. ഏത് നേരത്തും ഞാൻ ബോധം കെട്ട് വെക്കുകയല്ലേ. എന്റെ കാലോണ്ട് വെച്ച കയ്യോണ്ട് വെച്ച എനിക്ക് ഒന്നിനും ഇവിടെ വെച്ച. അല്ലോന്റെ ബോധം പോണോ. എടി പാത്തോ നമുക്ക് ഇത് പറ്റിയത് ഓർച്ച് വിളിച്ചു കെട്ടുന്നേ. ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കൊണ്ടുപോണ്ട. ഇവിടെ അൽവാസി പട്ടാളക്കാരുണ്ടാവുമ്പോ എനിക്കൊരു മോശമല്ലത്. ഇവിടെ മാറി ഞാൻ ശരിയാക്കി തരാം. മാറിക്ക് ഞാൻ അപ്പൊ ശരിയാക്കി തരാം. ശരിയായില്ല കണ്ടില്ലേ? നോക്കാം. നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ ആർമാദിച്ചാണ് കുറെ എന്റെ പെണ്ണുങ്ങളെ ഗൾഫ് കൊണ്ടുള്ള കുച്ചിപ്പുറ്റാണ് അങ്ങയെ 24 മണിക്കൂർ ഇവിടെ വിട്ട് ഇടങ്ങാറാക്കണേ. ഞാൻ കാണാനുള്ളതല്ലേ. എന്റെ ഉമ്മാക്ക് ദേശീയ അവാർഡുള്ള വകുപ്പുണ്ട്. എന്താ പറയാ, ആ ജാതി അഭിനയാണ്. ചങ്ങേജ് ഓളെ കുട്ടി ഗൾഫ് പോയിക്കോ അങ്ങയെ. കത്തിക്കൊണ്ട് അടുപ്പ് എന്റെ ഒരു മാഞ്ഞാണ്, പക്ഷെ പള്ള വഹിച്ചിട്ടാണ്. അല്ലെങ്കിൽ അടുപ്പും പാത്രം കൊടുത്ത് എറിഞ്ഞു ഞാന്. അല്ല പാത്തുവാ, ഇതെന്താ മിസൈലാ? ഉമ്മാടി ഞാൻ അന്നേ പറഞ്ഞാണ് മരക്കൊന്നും ഉമ്മാരി സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. ഒരു വേറെ തന്നെ എനിക്ക് അറിയില്ലേ. കുഞ്ഞുമോ ഇജ്ജ് 2 ദിവസം നിക്കാൻ വന്നുകാണ്ട് ഇനി ഉമ്മാൻ തമ്മിൽ തെറ്റിച്ചാന്ന് കേട്ടിട്ടാ. എന്റെ പെരിയിലൊക്കെ 6 മാസം കത്തി തീരുന്ന ഗ്യാസ് അജു 1 മാസം കൊണ്ട് ഇവിടെ തീർക്കണത്. എന്നിട്ട് എനിക്ക് കാര്യം പോകുന്നു കൊള്ളാൻ പറ്റല്ലേ? ആരാ കളക്ടറാ? അടുപ്പേ കുറെ നേരമായി ചരക്കിലടങ്ങിയിട്ട് മുണ്ടാതെ നിന്ന് അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി മൂലക്കിലാക്കും ഞാന്. അടുപ്പിനോടല്ല എന്നോടാ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിക്കണേ. അനക്കുള്ള പണി ഞാൻ തരടി. ശുക്രാക്ക ഇവിടെ വരി. എന്താണ് ഇങ്ങള് പെങ്ങള് പറഞ്ഞ ഓരോ വർത്താനത്തിന് ആടിയിട്ടില്ല ഇങ്ങക്കെ കാരം കാട്ടണോ? എത്ര കാട്ടുന്ന ഞാൻ കാണിച്ചു തരാം. എന്റെ മൂച്ചിപ്പിലാന്ന് മാറൂല, അത് കുതിരവട്ടത്ത് കൊണ്ടുവരും. പണ്ടാറും വിറകുമിന് കൊള്ളണില്ല. പഠിച്ചോനെ നല്ലൊരു വിറകെടുത്താണ്ടാ കൊത്തുന്നത്.
ഈ മുട്ടിയൊക്കെ എന്താണ് കൊത്തിയാണ് കത്തിച്ചൂടെ? നിങ്ങളൊരു മുട്ടി, ഞാനൊരു ചേർപ്പുളിയെങ്കിൽ എടുത്ത് കത്തിച്ചട്ടെ. ചേരിപ്പൊളിയാ, അത് പരിസരകാലത്ത് എടുത്തച്ചാണ്. ഇന്നെ കെട്ടി കൊടുന്നാന്ന് തുടങ്ങിയിരിക്കുന്ന വരസകാലത്ത് എടുത്തക്കല്ലേ. എന്നൊരു കാര്യം ചെയ്ത് ഒന്നായിട്ട് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ ഇന്ന് നാട്ടുകാരെങ്കിലും കാണുമല്ലോ. എന്നപ്പോ ഗ്യാസ് ഉണ്ടായത്? ഇന്നൊക്കെ കെട്ടിച്ചോട് തന്നെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും അടുപ്പിൽ വെച്ചുണ്ടാക്കിനി. ഇനി 2 മാസമാവും ഗ്യാസ് കിട്ടാന്. അടുപ്പിലാണ്ട് ഇരുന്ന് മൂതിക്കൂടെ? അമ്മ, ഞാൻ എന്റെ പെരേക്ക് പോവാണ്. എന്റെ അമ്മക്ക് തീരെ വെജ്ജ. ഞാൻ 2 മാസം കണ്ട് ഇനി വരുള്ളൂ. ആ ഗ്യാസ് തീർന്ന പറഞ്ഞ ഉമ്മാനെ ഗ്യാസും തീർന്നില്ലേ? ഓരോ കള്ളത്തരം കൊണ്ട് വന്നിക്ക ഓള് മുണ്ടാനാണ് കുത്തിർന്നോ? ശുക്രാക്ക, എന്താണ് ഞാൻ കാരണം ഇവിടെ ഗ്യാസ് തീർന്നത്, ഞാൻ മാത്രം ഇവിടെ മുണുങ്ങണത്. നിങ്ങൾ ഞാൻ പണച്ചിടും. ഏയ് അല്ല മോളെ കൊടുക്ക ഓരോ വേണേ കൊണ്ടാക്കി തരാം. ഇത്ത മുണ്ടാത്ത് ഞാൻ അമ്മാട് പോയി പറടാ. അങ്ങനെ എല്ലാം ഉമ്മാനോട് പോയി പറയാൻ പറ്റുമോ? നിങ്ങൾ രണ്ടര സ്വഭാവം കണ്ടാൽ തന്നെ റഹ്മാനെയും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തനാണെന്ന്. നോക്കാ എന്റെ വർത്താനം നിർത്തിക്കോട്ടാ. ജോർഗി പറഞ്ഞു കേറിപ്പോണു. എനിക്ക് എന്തായാലും തല്ലാറിയാണ്ടൊന്നുമില്ല. എന്റെ കൈ നാറും. പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ എന്റെ ഓസിക്ക് പോയി കടങ്ങാടെ ബിരിയാണി നക്കണ്ട. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ വെറും പീറ പെണ്ണാടി. ഞാൻ പീറാണെങ്കിൽ ഇത് വെറും കൂറാണടാ, വെറും കൂറാണ്. അളിയാ ഇവിടുത്തെ കിടില സാധനം ഞാൻ തളന് ബാക്കിയിട്ട് ബാ ഓടി. എവിടെ സാധനം? ജി വീട്ടിൽ കണ്ട് പോട്ടോ, അനക്ക് ഞാൻ കാണിച്ചു തരാം. ഇജന്റെ ഒരു ചെങ്ങായിമാരും. എന്താണ് അതിന്റെ പെങ്ങളാണ്. എന്താടാ പണി അണ്ണാക്ക് കിട്ടിയാ? പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ സ്പോട്ടില്ല. അജെന്തേ ഓടൊന്നും പറയണില്ലേ? പറയടാ, വലിയ ചെലനില്ലേ രണ്ടാളും കൂടി? ഓട് കൊഞ്ച് പറടാ. എന്താടാ എന്റെ 3 കിണ്ടി കോടിയമാർക്ക് എനിക്കൊന്ന് പറയല്ലേ? നാവ് ഇറങ്ങി പോയാ എനിക്ക് എന്റെ പെങ്ങളാന്ന് അറിഞ്ഞപ്പോ എനിക്ക് വേദനിച്ചില്ല. അതേമാർക്ക് എനിക്കും എന്റെ പെരയില് ബാപ്പി ആങ്ങളൊക്കെ ഉണ്ടടാ, ഓൽക്കും വേദനിച്ചും. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സംരക്ഷിക്കണം വേണ്ടിയത്, അല്ലാതെ ഇതേമാർക്ക് ചെത്തത്തരം കാട്ടലല്ല. ഇനിയെങ്കിലും പഠിച്ചാൽ നോക്കേ.